ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡ് നോക്കാം. നമ്മുടെ ബിന്നിയാണ് കാര്യം പോലെ അവിടെ പറഞ്ഞത്. ഷാനവാസ് നോമിനേഷൻ കറക്റ്റായിട്ട് നോമിനേഷൻ ചെയ്തു. കറക്റ്റല്ലേ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കമൻറ്റ് ചെയ്യുക. ഷാനവാസ് ചെയ്തത് കറക്റ്റല്ലേ? ആര്യനെ നോമിനേഷൻ ചെയ്തത് സൂപ്പറായിരുന്നു. ഷാനവാസ് ചെയ്തത്. ജയിൽ നോമിനേഷൻ റെനനെ ആണല്ലോ എല്ലാവരും ചൂസ് ചെയ്തത്. അവർ ഷാനവാസ് അതിൽ പെട്ടിട്ടുണ്ട്. രണ്ടുപേരുമാണ് ജയിൽ നോമിനേഷനിൽ പോകേണ്ട ആൾക്കാർ. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തുവല്ലോ. അതിൽ ക്യാപ്റ്റനായിട്ട് ഒനിയൽ ക്യാപ്റ്റനായിട്ട് സെലക്റ്റായി. അതിലിവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് വന്നിട്ട് നമ്മുടെ റോക്കറ്റ് വിടുന്ന മാതിരിയാണ്. അത് രണ്ടാമത്തെ റോക്കറ്റ് വിട്ടതുമേ കറക്റ്റ് പൊസിഷനിൽ പോയി ഒനിയൽ അതിൽ ജയിച്ചു. ആ ഒനിയലിന് എന്തോ ഒരു സന്തോഷമായിരുന്നു, ഒരേ ചാട്ടവും ഭയങ്കര സന്തോഷമായിരുന്നു ഒനിയലിന്. പിന്നെ നമ്മൾ നെവിൻ ഉണ്ടല്ലോ, ഒരു കാര്യം പറഞ്ഞാലും അനുസരണ പറഞ്ഞത് നെവിന് തീരില്ല. പോവുക, ഇഷ്ടത്തിന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക, ഉണ്ടാക്കുക, ഓവനിൽ വെക്കുക, ബിസ്ക്കറ്റ് പോലെയൊക്കെ ഉണ്ടാക്കുക, സുഖമായി കഴിക്കുക, ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കൊടുക്കുക. കാരണം അവന് സപ്പോർട്ടീവിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അവിടെ ബിഗ് ബോസ് പറഞ്ഞു, ബിഗ് ബോസ് ആദ്യം വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗസ് മേറ്റ്സ് എല്ലാവരും പറയുന്നുണ്ട് നെവിൻ നീ ഇങ്ങനെ ചെയ്യരുത്. ചെയ്തു പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അവിടെ പോയി എന്തും ഉണ്ടാക്കി തിന്നാലോ, അത് അവരൊരു വീടാണെങ്കിലേ ഓക്കെ. ഇത് ഇവിടെ ഇത്രയും ടാസ്ക് കൊടുത്തിട്ട് ഓരോരുത്തരും പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനെ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്? അവരൊരു സ്വന്തം വീടാണോ? അല്ലല്ലോ. എന്ത് തന്നെ നെവിന് പറഞ്ഞാൽ കെയറേ ചെയ്യില്ല. നിങ്ങൾ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് നോ പ്രോബ്ലം എന്നുള്ള രീതിക്കാണ് നെവിൻ അവിടെ ബിഹേവ് ചെയ്തത്. പിന്നെ ലാലേട്ടൻ വന്ന് പറയുന്നുണ്ട്, ലാലേട്ടൻ എത്രയോ പ്രാവശ്യം വാൺ ചെയ്തിട്ടുണ്ട്, അതിന് ഒരു അർത്ഥവും ഇല്ലാത്ത പോലെയാണ് അവിടെ കാണുന്നത്. അല്ല, ബിഗ് ബോസും പറഞ്ഞിട്ടുണ്ട് അതിനും ഒരു അർത്ഥമില്ല. പിന്നെ ഹൗസ് മേറ്റ്സ് പറയണതൊന്നും പിന്നെ ആരും കേൾക്കൂല്ലല്ലോ. അതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പോയിട്ട് അവിടെ പോയി ഉണ്ടാക്കുകയാണ് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ എല്ലാം ഉണ്ടാക്കി തിന്നാലോ. അപ്പോൾ ഇതെന്താ നെവിന് ഇത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റില്ല? ഇത്രയ്ക്ക് അവൻ്റെ ഒരു ബേസിക്കായിട്ടൊരു ബോധമില്ലേ? എന്ത് ചെയ്യാന്നുള്ളതിലാണോ നടക്കുന്നത്? അപ്പോൾ ഏതും പേടിയില്ല, എന്ത് വരുന്നവിടെ വരട്ടെ, ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാന്നുള്ള അഹംഭാവമാണ് നെവിൻ അവിടെ കാണുന്നത്. നമുക്ക് കാണുമ്പോഴേ അവിടെ ഇറിറ്റേഷനാകും ഈ നെവിൻ്റെ ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ. പിന്നെ നമ്മുടെ ആദിലയില്ലേ, നല്ല ബോൾഡായിട്ട് നിന്ന ഒരു കുട്ടിയായിരുന്നല്ലോ ആദില ഇപ്പം വന്നിട്ട് ആകെ റിയാസ് വന്നതോട് കൂടിയിട്ട് എല്ലാമേ ഒരു ചേഞ്ചസ് ആയിരുന്നു ആദിലയ്ക്ക്. എല്ലാ കാര്യങ്ങളും ബോൾഡായിട്ട് നിന്ന് പറയണവള് റിയാസ് വന്നതുമേ നമ്മുടെ ഷാനവാസിൽ എത്ര ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്ന റിയാസ്, ആദില ഇതുമേ മിണ്ടണില്ല. ഷാനവാസ് പറഞ്ഞുവല്ലോ, നമ്മൾ നെവിൻ വന്നിട്ട് ഷാനവാസുമായിട്ട് മിസ്ബിഹേവ് ചെയ്തു എന്നുള്ളൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വന്നിട്ട് അതിൽ പറയണേ എനിക്ക് ഈ സംഭവമേ അറിയില്ല എന്ന് അതിൽ പറയുകയാണ്. ഇത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് നെവിനോട് പോയിട്ട് സോറി പറയുന്നു. അതിൽ ഹൗസ് മേറ്റ്സ് എല്ലാവരോടും കൂടി പോയിട്ട് അതിൽ സോറി പറയണോ. എന്താണ് ഇനി പക്ഷേ ശനിയാഴ്ച നമ്മൾ ലാലേട്ടൻ വരുമ്പോൾ എന്താണ് ഇങ്ങനെ അതിൽ നീ പറഞ്ഞില്ല എന്നുള്ള ആ ക്വസ്റ്റ്യൻസ് വരുമോ എന്നുള്ളതിന് വേണ്ടി പേടിച്ചിട്ടാണ് തോന്നുന്നു. അതിന് പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടായിരുന്നു, അതിൽ എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്, എല്ലാവരോടും സോറി പറയുന്നത് അതിൽ എസ്കേപ്പ് ആകാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ബിന്നി സൂപ്പറായിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു. അത് ശരി തന്നെയല്ലേ? ബിന്നി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയല്ലേ? അതേപോലെ ആദിലയും നൂറിയും നമ്മുടെ അനുമോളും ഇവർ ഷാനവാസും ചേർന്നിട്ട് പുലർച്ചെ 4 മണി വരെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഷാനവാസ് എനിക്കെല്ലാം അറിഞ്ഞാലും ഞാൻ എൻ്റെ അനിയത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമിക്കുകയെന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദിലയ്ക്ക് അയ്യോ ഞാനിങ്ങനെ അറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിക്ക് ആദില പറയുന്നു. ഇത്രയും കാലം നിന്ന് ബോൾഡായി നിന്ന് ഒരു ആദില പെട്ടെന്നൊരു ചേഞ്ചസ് ആയപ്പോൾ ഇത് വേണം വെച്ച് ചെയ്യുന്ന മാതിരിയാണ് നമുക്ക് ഫീലായത്. ഇതൊക്കെയാണ് ഇന്നലെ നടന്ന ബിഗ് ബോസ് എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ലൈക്കും കമൻറ്റും ചെയ്യുക. ജയാസ് ലൈഫ് ചാനൽ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതേ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ.